എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് രാവിലെ മുതൽ എന്റെ ഇൻബോക്സിലും ഞാൻ ഇന്നലെ ഇട്ട എന്റെ വീഡിയോയുടെ അടിയിലും കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ പിൻ ചെയ്ത് വെച്ചിട്ട് ടീച്ചറെ എന്താ പറയാനുള്ളത്, എന്താണ് ഇതിൽ പറയുന്നത്, അതായത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചാണ്. നമ്മുടെ കാശ്മീരിൽ നടന്ന നമ്മളെല്ലാം തന്നെ അതിന്റെ ഒരു വിഷമത്തിലും സങ്കടത്തിലും ഒക്കെയാണുള്ളത്. നമ്മുടെ രാജ്യത്ത് പുൽവാമയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഇന്നലെ നടന്നത്. അപ്പം അതിന്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തൊയ്ബയുടെ സഹോദര സംഘടനയായ എന്താ പറയുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട് TRF എന്ന് മറ്റോ എന്തോ പറയുന്ന ഒരു സംഘടന ഏറ്റെടുത്തു എന്നൊക്കെ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കൃത്യമായി വായിക്കുമായിരുന്നു. അപ്പം അവരത് ഏറ്റെടുത്തു, പേര് ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കൊല ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു വർഗീയ പരാമർശം നടത്തി രാജ്യത്തുടനീളം വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? അത് നടത്തിയത് മുസ്ലിം ഭീകര സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ഭീകര സംഘടന, ഇനി ഏത് ഭീകര സംഘടനയാണെങ്കിലും ഞങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു മുസ്ലിമീങ്ങളും അതിനെ യോജിക്കുന്നില്ല. ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ, ആ ചെയ്തത് ആരാണെങ്കിലും ശരി നമ്മുടെ രാജ്യം അതിന് തിരിച്ചടി തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ ഈ നടത്തുന്ന പരാമർശം കേട്ടാൽ എന്ത് തോന്നുന്നറിയോ? രാജ്യത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെ ഹിന്ദുക്കളുടെ പേര് ചോദിച്ച് അവരെ നശിപ്പിക്കാനായിട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടി അവർക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ ആ സംഘടനയെ അനുകൂലിച്ച് ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെയാ. കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങളെ മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ കൂടി ഇന്നലെ ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേന് അതിന്റെ ഒരു വിഷമത്തിലാണ്. നമ്മൾ അതെല്ലാം നോക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ, അതായത് ഞാൻ പറഞ്ഞില്ല, ഏപ്രിൽ 16 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു ഹരിയാന സ്വദേശി ആ ഭർത്താവിന്റെ അടുത്ത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മളും ആ മാനസിക വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഇന്ന് ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെ എനിക്ക് പിൻ ചെയ്ത് ഇൻബോക്സിലും നമ്മുടെ എന്റെ ഫേസ്ബുക്ക് വീഡിയോയുടെ അടിയിലും ഒക്കെ കൊണ്ട് പിൻ ചെയ്ത് വെക്കുന്നത്. എന്നിട്ടൊരു ഒരു കമന്റ് കണ്ടു, എന്താ പറയുന്നത്, കൊന്നവർക്ക് മതമില്ലെങ്കിലും കൊല്ലപ്പെട്ടവർക്ക് മതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. കൊന്നവർക്കും കൊല്ലപ്പെട്ടവർക്കും എല്ലാം മതമല്ല അവിടെ പ്രശ്നം. ഇപ്പൊ ഇന്ന് മേജർ രവി സാറിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. തികഞ്ഞ വളരെ ബഹുമാനത്തോടു കൂടി വളരെ റെസ്പെക്റ്റോടു കൂടിയും തന്നെയാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, ഒരു ആർമിക്കാരനായിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന് അറിയാം കാശ്മീരിലുള്ള മുസ്ലിങ്ങളെയും, കാശ്മീരിലുള്ള എത്രയോ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്രയോ പേര് കൊല്ലപ്പെടുന്നു. അതുപോലെ ഇപ്പൊ ഹിന്ദുക്കൾ, നമ്മള് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ല കൊല്ലപ്പെടുന്നത്, ഇന്ത്യക്കാരനാണ് മരിക്കുന്നത്. അതാരായാലും ചെയ്തത് ഏത് സംഘടനയായാലും അതിനെതിരെ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കേണ്ട നടപടികൾ, നമുക്ക് നമ്മുടെ രാജ്യം തരേണ്ട പ്രൊട്ടക്ഷൻ അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്തിരിക്കും. അല്ലാതെ അത് ഹിന്ദുക്കളാണ് മരിച്ചത്, മുസ്ലിങ്ങളാണ് കൊന്നതെന്നല്ല. നിങ്ങൾ ദയവായിട്ട് വർഗീയ പരാമർശങ്ങളും അല്ലെങ്കിൽ രാജ്യത്തുടനീളം കണ്ടോ മുസ്ലിങ്ങളെ പേര് ചോദിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താ? മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളെ കൊല്ലാനായിട്ട് നടക്കുകയാണെന്നാണോ നിങ്ങൾ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശം? ആ ക്ലിപ്പ് മാത്രമാണ് എടുത്തു വെച്ച് പ്രചരിപ്പിക്കുന്നത്. പേര് ചോദിച്ചു, ഇതുപോലെ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ക്ലിപ്പ് മാത്രം എടുത്തു വെച്ചാണ് എല്ലാവരും പ്രചരിപ്പിക്കുന്നത്. ആ മേജർ രവി സാർ ഇന്ന് രാവിലെ പറയുകയുണ്ടായി, നിങ്ങൾ അത് ഒരിക്കലും അങ്ങനെ ഒരു പരാമർശം രാജ്യത്ത് നടത്തരുതെന്ന്. അവിടെ ഉള്ള മുസ്ലിങ്ങൾ ആരും തന്നെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. കാരണം ഓരോ മിലിറ്ററിക്കാരും അവരുടെ അനുഭവം വെച്ചിട്ടാണ് സിനിമ എടുക്കുന്നത്. നമ്മുടെ മേജർ രവി സാർ എടുത്ത നമ്മുടെ കീർത്തി ചക്രയും ഒക്കെ പോലെയുള്ള സിനിമകളിൽ അവിടുത്തെ മുസ്ലിങ്ങൾ ആരും തന്നെ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഖുർആനിലും നിഷ്കളങ്കരായ ജനങ്ങളെ കൊന്നിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ 10 അടി ഉയരത്തിൽ സീറ്റ് തരാമെന്നൊന്നും എന്റെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടില്ല. എന്നെ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കുന്നുമില്ല. എന്റെ പള്ളിയിൽ ഉസ്താദ്മാർ പഠിപ്പിക്കുന്നതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്റെ പള്ളിയിൽ എന്റെ ഉസ്താദ് എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ അറിവിലും എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവര് നമ്മുടെ രാജ്യത്തിനാണെതിര്. അവര് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന എന്നെ പോലുള്ള നമ്മുടെ മുസ്ലിം സമുദായത്തിനും അവരെതിരാണ്. അല്ലാതെ ഞങ്ങളാരും അവരെ അനുകൂലിക്കുന്നില്ല ഒരിക്കലും. പ്രശസ്തമായി നമ്മുടെ ഒരു ഹദീസ ഓർമ്മ വരുന്നത്, റസൂലുള്ളാഹിയുടെ ഒരു വചനം ഹദീസ് എന്ന് പറയുന്നത്, അതായത് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഇസ്ലാമിന്റെയും ഭാഗമാണ്. അങ്ങനെയുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഏത് രാജ്യത്താണ് താമസിക്കുന്നത്? ഞാൻ പാകിസ്ഥാനിലാണോ? അല്ലല്ലോ. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരിയല്ലേ. അപ്പൊ എന്റെ രാജ്യത്തെയല്ലേ ഞാൻ ആദ്യം സ്നേഹിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ സ്വർഗത്തിൽ ഒരുപടി ഉയരത്തിൽ സീറ്റ് കിട്ടുമെന്ന് എന്റെ വിശ്വാസത്തിൽ ഒരിക്കലും പറയുന്നില്ല. അപ്പൊ പിന്നെ ഇതെല്ലാം ഇസ്ലാമിന്റെ കറക്റ്റ് വിശ്വാസികളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. ദയവായിട്ട് എനിക്ക് കമന്റ് ഇട്ടവരും അല്ലെങ്കിൽ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിനും എല്ലാം ആൻസർ ഉണ്ട്. ടീച്ചർ എന്താണ് പറയുന്നത്? ടീച്ചർ പറയുന്നത് ഇതാണ്, മരിച്ചത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നല്ല, ചെയ്തത് രാജ്യദ്രോഹികളും
മരിച്ചത് രാജ്യത്തുള്ള നിഷ്കളങ്കരായ പാവങ്ങളും. നമ്മൾ അങ്ങനെ വേണം ഈ ഒരു ആക്രമണത്തെ കാണാൻ കേട്ടോ. ദയവായിട്ട് മരിച്ചത് ഇന്ത്യക്കാരും ചെയ്തത് നമ്മുടെ ഇന്ത്യക്കെതിരായിട്ടുള്ളവരും, അങ്ങനെ വേണം നമ്മൾ ഇതിനെ പറയാനായിട്ട്. അത് ഇന്ത്യക്ക് പുറത്ത് ആരായാലും നമ്മുടെ ഗവൺമെന്റ് അതിനുവേണ്ട ശക്തമായ നിലപാട് എടുക്കും എന്ന് തന്നെയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ എന്റെയും വിചാരം. ഓക്കെ, താങ്ക് യു.